The Constitution of India, Preamble. We, the people of India, having solemnly resolved to constitute India into a sovereign, socialist, secular, democratic republic and to secure to all its citizens justice, social, economic and political, liberty of thought, expression, belief, faith and worship, equality of status and of opportunity, and to promote among them all fraternity, assuring the dignity of the individual and the unity and integrity of the nation. In our Constituent Assembly, this 26th day of November 1949, do hereby adopt, enact and give to ourselves this Constitution. Hi students, welcome back to accountancy class. I think all are doing well. Okay. See, in the last class we discussed how to calculate new profit sharing ratio and sacrificing ratio at the time of admission of a partner. I think all are clear. Okay. Today we are going to discuss the next topic, treatment of goodwill during admission of a partner. ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഗുഡ്വില് വാല്യൂ ചെയ്യേണ്ടത് എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഓക്കെ, വാട്ട് ഡു യു മീൻ ബൈ ഗുഡ്വിൽ? ഗുഡ്വിൽ മീൻസ് റെപ്യൂട്ടേഷൻ ഓർ ഗുഡ് നെയിം, ഇസ്ന്റ് ഇറ്റ്? അല്ലെ, സൽപ്പേര് എന്നൊക്കെ നമ്മൾ പറയും അല്ലെ. ഇവിടെ ഈ ഗുഡ്വില്ലിന് എന്താണ് ഈ അക്കൗണ്ടൻസിയിൽ ഇതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, എന്തിനാണ് ഗുഡ്വില് എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവിടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്? ഹിയർ ദ ഗുഡ്വിൽ ഈസ് ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് എ ഫേം in respect of profit expected in future over and above the normal profit earned by other similar firm belong to the same industry. ഒരു ഫേമിന് ഗുഡ്വിൽ ഉണ്ടാവുന്നത് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക ഗുഡ്വിൽ ഉണ്ടോ ഇല്ലയോ എന്നുള്ളത്? അതായത് ഒരു ഫേം നോർമൽ പ്രോഫിറ്റിനേക്കാൾ കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ട് എന്ന് കരുതുക. അതായത് സെയിം ലെവലിലുള്ള ഇൻഡസ്ട്രികളെ വെച്ച് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ ഒരു ഫേം, എല്ലാ ഫേമുകളും നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടാവാം. ആ ഏതെങ്കിലും ഒരു സ്ഥാപനം, ഏതെങ്കിലും ഒരു ഫേം നോർമൽ പ്രോഫിറ്റിനേക്കാൾ അധികമായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ഇറ്റ് ഷോസ് ദ റെപ്യൂട്ടേഷൻ ഓഫ് ദാറ്റ് ഫേം. അത് ആ ഫേമിന്റെ എന്താണ് കാണിക്കുന്നത്? റെപ്യൂട്ടേഷൻ ആണ്, അല്ലെങ്കിൽ ഗുഡ്വിൽ ആണ് ചോദിക്കുന്നത്. ഇവിടെ പറയുന്നത് തന്നെയാണ് ദ ഗുഡ്വിൽ, ദ വാല്യൂ ഓഫ് റെപ്യൂട്ടേഷൻ ഓഫ് ഫേം ഇൻ റെസ്പെക്ട് ഓഫ് ദ പ്രോഫിറ്റ് ഏൺഡ്, പ്രോഫിറ്റ് എക്സ്പെക്റ്റഡ് ഇൻ ഫ്യൂച്ചർ ഓവർ ആൻഡ് എബോവ് ദ നോർമൽ പ്രോഫിറ്റ്. നോർമൽ പ്രോഫിറ്റിനേക്കാൾ അധികമായിട്ട് പ്രോഫിറ്റ് എക്സ്പെക്ട് ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുക ചില സ്ഥാപനങ്ങൾ. സച്ച് എക്സസ് ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓവർ നോർമൽ പ്രോഫിറ്റ് ഈസ് നോൺ ആസ് സൂപ്പർ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. ഏതെങ്കിലും ഒരു ഫേം മറ്റ് ഫേമിനെ അപേക്ഷിച്ച് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു, അതായത് നോർമൽ പ്രോഫിറ്റിനേക്കാൾ അധികമായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഫേം കുറച്ച് ഹൈലി റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേമുകളായിട്ടാണ് കണക്കാക്കുന്നത്. അങ്ങനെയായിട്ട് മൂന്ന് ഇൻഡസ്ട്രീസ് ഉണ്ടെന്ന് കരുതുക. മൂന്ന് ഇൻഡസ്ട്രിയും സെയിം ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത് കരുതുക, അല്ലെ? ഈ മൂന്ന് ഫേമും ഒരേപോലുള്ള പ്രോഡക്റ്റ്, സിമിലർ പ്രോഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. അത് കോമ്പറ്റീറ്റേഴ്സ് ആണ്, അല്ലെ? അപ്പോ ഇതിൽ ഒരു ഫേം മറ്റ് രണ്ട് ഫേമിനെ അപേക്ഷിച്ച് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നു. നോർമൽ പ്രോഫിറ്റ് ഓൾറെഡി ഉണ്ട്, അതിനെ അപേക്ഷിച്ച് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ നോർമൽ പ്രോഫിറ്റിനേക്കാൾ അധികമായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ആ സ്ഥാപനത്തിന് എന്തുണ്ടാവാം? ഒരു പക്ഷേ അത് റെപ്യൂട്ടഡ് ഫേം ആയതുകൊണ്ടായിരിക്കാം. സോ അത്തരത്തില് എക്സസ് ഓഫ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ഓവർ ദ നോർമൽ പ്രോഫിറ്റ് ഈസ് നോൺ ആസ് സൂപ്പർ പ്രോഫിറ്റ് എന്നാണ് പറയുന്നത്. അതായത്
നമ്മൾ നോർമൽ പ്രോഫിറ്റിനേക്കാൾ അധികമായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ ആ പ്രോഫിറ്റിന് നമ്മൾ പറയുന്ന പേരാണ് സൂപ്പർ പ്രോഫിറ്റ് എന്നാ പറയുക. അതിനെയാണ് എന്ത് പറയുക? സൂപ്പർ പ്രോഫിറ്റ്. സോ ദസ് ഗുഡ്വിൽ എക്സിസ്റ്റ് ഓൺലി വെൻ ദ ഫേം ഏൺസ് സൂപ്പർ പ്രോഫിറ്റ്. അപ്പോ ഒരു ഫേം സൂപ്പർ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഫേം എന്താണ്? ആ ഫേമിന് നല്ലൊരു ഗുഡ്വിൽ ഉണ്ട് എന്നുള്ള, അല്ലെങ്കിൽ നല്ലൊരു റെപ്യൂട്ടഡ് ഫേം ആണ് എന്നുള്ളതാണ് അതിനർത്ഥം. ആക്ച്വലി വി നോ ദാറ്റ് ഗുഡ്വിൽ ഈസ് ഷോൺ ആസ് എ ഫിക്സഡ് അസറ്റ് ഓഫ് ദ ബിസിനസ്, ഫിക്സഡ് അസറ്റ്സ് ഓഫ് ദ ബിസിനസ്, ബിക്കോസ് ഇറ്റ് ഇൻക്രീസ് വാട്ട്? പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി ഓഫ് ദി ബിസിനസ്. ഒരു ബിസിനസിന്റെ ഗുഡ്വിൽ എന്ന് പറയുന്നത് ബിസിനസിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിക്സഡ് അസറ്റ് ആണ്. കാരണം എന്തുകൊണ്ട് ചോദിച്ചാൽ ഈ ഗുഡ്വില്ലിലൂടെ ഒരു ഫേമിന്റെ പ്രോഫിറ്റ് ഏർണിംഗ് കപ്പാസിറ്റി എന്ത് ചെയ്യുന്നു? ഇൻക്രീസ് ചെയ്യുന്നു എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതായത് റെപ്യൂട്ടേഷൻ, ഗുഡ് നെയിം ആണെന്ന് വിചാരിക്കുക. റെപ്യൂട്ടഡ് ഫേം ആണെങ്കിൽ എല്ലാ ആളുകളും എന്ത് ചെയ്യും? ആ ഫേമിനെയാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. മനസ്സിലായോ? സോ in simple words, goodwill can be defined as the present value of firm anticipated excess earnings. അതായത് പ്രതീക്ഷിക്കുകയാണ് നോർമൽ ഉള്ള പ്രോഫിറ്റിനേക്കാൾ ഇനി നമുക്ക് കൂടുതൽ പ്രോഫിറ്റ് ഏൺ ചെയ്യാൻ പറ്റും എന്നുള്ള രീതിയിൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുകയാണ് ചെയ്യുന്നത്, ആന്റിസിപ്പേഷൻ നടത്തുകയാണ് ചെയ്യുന്നത്. അതാണ് ഇവിടെ എന്ത് പറയുന്നത്? ഗുഡ്വിൽ എന്ന് പറയുന്നത്. ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ വാട്ട് യു മീൻ ബൈ ഗുഡ്വിൽ. ഓക്കെ, ദെൻ സീ ദ നെക്സ്റ്റ് വൺ, നേച്ചർ ഓഫ് ഗുഡ്വിൽ. So we know that goodwill is an intangible asset. What do you mean by intangible asset? Intangible asset means we can't touch and see. അല്ലേ? നമുക്ക് ടച്ച് ചെയ്യാൻ കഴിയില്ല, കാണാനൊന്നും കഴിയില്ല. അങ്ങനെയുള്ള അസറ്റുകളാണ് ഏത്? ഇൻടാഞ്ചിബിൾ അസറ്റ്സ് എന്ന്. സോ ഗുഡ്വിൽ ഈസ് ആൻ ഇൻടാഞ്ചിബിൾ അസറ്റ്. ഓക്കെ, ആൻഡ് ദെൻ a firm that earns only normal profit or it is incurring loss has no goodwill. ഒരു ഫേം സാധാരണ രീതിയിലുള്ള ഒരു പ്രോഫിറ്റ് ആണ് ഏൺ ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോസ് വരുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഫേമിന് എന്തുണ്ടെന്ന് പറയാൻ കഴിയില്ല, ഗുഡ്വിൽ ഉള്ള ഫേം ആണെന്ന് പറയാനായിട്ട് പറ്റില്ല. നോർമൽ പ്രോഫിറ്റ് ഏൺ ചെയ്യുന്ന ഒരു ഫേമോ അല്ലെങ്കിൽ സാധാരണ അവിടെ ലോസസ് ഒക്കെ വരുന്ന ഒരു സ്ഥാപനമാണെങ്കിൽ ആ ഫേമിന് എന്തുണ്ട് എന്ന് പറയാൻ പറ്റില്ല, ഗുഡ്വിൽ ഉണ്ട് എന്നുള്ളത് പറയാനായിട്ട് പറ്റില്ല. ഓക്കെ, സംടൈം ഗുഡ്വിൽ ഹാസ് മോർ വാല്യൂ ദാൻ ദി ടാഞ്ചിബിൾ അസറ്റ്സ്. ചിലപ്പോ ഈ ഗുഡ്വില്ലിന് ടാഞ്ചിബിൾ അസറ്റ്സിനേക്കാൾ കൂടുതൽ എന്തുണ്ടാവും? വാല്യൂ ഉണ്ടാവും എന്നാണ് പറയുന്നത്. ടാഞ്ചിബിൾ അസറ്റ്സ് നമുക്ക് ഏതാണെന്ന് അറിയാം അല്ലെ? വി ക്യാൻ ടച്ച് ആൻഡ് സീൻ. ഇപ്പൊ ഫർണിച്ചർ, വെഹിക്കിള്, മെഷീനറി അങ്ങനെയുള്ളതൊക്കെയാണ് ടാഞ്ചിബിൾ അസറ്റ്സ്. ഇതിനേക്കാൾ വാല്യൂ ചിലപ്പോൾ ചില സമയത്ത് ഏതുണ്ടാവും? ഗുഡ്വില്ലിന്റെ കൊണ്ടുണ്ടാവും. കാരണം ഈ ഗുഡ്വിൽ എന്ന് പറയുന്നത് റെപ്യൂട്ടേഷൻ ആണ്. റെപ്യൂട്ടഡ് ആയിട്ടുള്ള ഫേംസിന്റെ പ്രോഡക്റ്റുകൾ വാങ്ങിക്കാൻ ആരുണ്ടാവും? കസ്റ്റമേഴ്സ് ഉണ്ടാവും. ബ്രാൻഡഡ് ആയിട്ടുള്ള ഐറ്റംസ് വാങ്ങിക്കാൻ കസ്റ്റമേഴ്സ് ധാരാളം ഉണ്ടായിരിക്കും അല്ലെ? ആ ബ്രാൻഡിന്റെ ഒരു ലേബലിലാണ് പ്രോഡക്റ്റുകൾ എന്ത് ചെയ്യുന്നത്? വിറ്റഴിക്കുന്നത്. അതിലൂടെയാണ് നോർമൽ പ്രോഫിറ്റിനേക്കാൾ അധികമായിട്ട് എന്തുണ്ടാവുന്നത്? സൂപ്പർ പ്രോഫിറ്റ് ഉണ്ടാവുന്നത് അല്ലേ? സോ ദാറ്റ് ഈസ് ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ വാട്ട് യു മീൻ ബൈ ഗുഡ്വിൽ ആൻഡ് വാട്ട് ആർ ദ നേച്ചർ ഓഫ് ഗുഡ്വിൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ. ഗുഡ്വില്ലിനെ വാല്യൂ ചെയ്യുന്ന സമയത്ത് അതിനെ അഫക്റ്റ് ചെയ്യുന്ന ഫാക്ടേഴ്സ് എന്തൊക്കെയായിരിക്കും എന്നുള്ളത്. സോ ദ മെയിൻ ഫാക്ടേഴ്സ് ദാറ്റ് അഫക്ട് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ ഓഫ് ദ ഫേം ആർ ദ ഫസ്റ്റ് വൺ, ഫേവറബിൾ ലൊക്കേഷൻ. ഒരു ഫേമിന് ഗുഡ്വിൽ ഉണ്ടാവണമെങ്കിൽ അതിനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ എന്തൊക്കെയാണ് ചോദിച്ചു കഴിഞ്ഞാൽ, ഏതൊക്കെ ഫാക്ടേഴ്സിന്റെ ബേസിലാണ് ഒരു ഗുഡ്വിൽ ഉണ്ടാകുന്നത് നമുക്ക് പറയാൻ കഴിയുക? ദ ഫസ്റ്റ് വൺ ഈസ് ദാറ്റ് ഫേവറബിൾ ലൊക്കേഷൻ. അനുകൂലമായിട്ടുള്ള അല്ലെങ്കിൽ എല്ലാവർക്കും വന്നു ചേരാൻ പറ്റുന്ന സ്ഥലത്തായിരിക്കണം ഏത്? ഒരു ഫേമിന്. സോ ദ ബിസിനസ് ഈസ് സെൻട്രലി ലൊക്കേറ്റഡ്, ഇറ്റ് വിൽ അട്രാക്ട് മോർ കസ്റ്റമേഴ്സ്. ബിസിനസ് എപ്പോഴും എല്ലാവർക്കും വന്നു ചേരാൻ പറ്റുന്ന ഭാഗത്തായിരിക്കണം, സെൻട്രലി ലൊക്കേറ്റഡ് ആയിരിക്കണം. എന്നാൽ മാത്രമേ ആരെ അട്രാക്ട് ചെയ്യാൻ പറ്റുള്ളൂ? കസ്റ്റമേഴ്സിനെ അട്രാക്ട് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. സോ അങ്ങനെയാണെങ്കിൽ ഇറ്റ് ഇൻക്രീസ് ദ പ്രോഫിറ്റബിലിറ്റി ആൻഡ് ഓൾസോ ദ വാല്യൂ ഓഫ്
ഗുഡ് വിൽ. അങ്ങനെ വരുമ്പോൾ കൂടുതൽ കസ്റ്റമേഴ്സ് വരുമ്പോൾ സ്വാഭാവികമായിട്ട് ആ ഫേമിൻ്റെ എന്ത് കൂടും? പ്രോഫിറ്റബിലിറ്റി കൂടും. അതിലൂടെ പ്രോഫിറ്റബിലിറ്റി കൂടുന്നതിനനുസരിച്ച് എന്തുണ്ടാവും? റെപ്യൂട്ടേഷൻ അല്ലെങ്കിൽ ഗുഡ് വില്ലും ഉണ്ടാവും എന്നാണ് പറയുന്നത് അല്ലേ. നോർമൽ പ്രോഫിറ്റിനേക്കാൾ അധികമായിട്ട് പ്രോഫിറ്റ് ഏൺ ചെയ്ത് തീർച്ചയായിട്ടും പറയാം ആ ഫേം റെപ്യൂട്ടഡ് ആണ്, അല്ലെങ്കിൽ ആ ഫേമിന് നല്ല ഗുഡ് വിൽ ഉണ്ട് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയും. ദാറ്റ് ഈസ് ദ ഫസ്റ്റ് വൺ, ദ ഫേവറബിൾ ലൊക്കേഷൻ. ഫസ്റ്റ് ഫാക്ടർ ഏതാണ്? ഫേവറബിൾ ലൊക്കേഷൻ. ലൊക്കേഷൻ ഒരു ഫാക്ടറാണ്. ആൻഡ് ദ സെക്കൻഡ് വൺ, നേച്ചർ ഓഫ് ബിസിനസ്. ബിസിനസിന്റെ സ്വഭാവമാണ് അടുത്തതെന്ന് പറയുന്നത്. എ ഫേം ദാറ്റ് പ്രൊഡ്യൂസ് high value added products or dealing goods having stable demand is able to earn more profits and therefore has more goodwill. See, ബിസിനസിന്റെ സ്വഭാവം ഒരു ഫാക്ടറാണ്. ഒരു ഫേം പ്രൊഡ്യൂസ് ഹൈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് എന്ത് ചെയ്യുന്നു? പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഹൈ വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് പ്രൊഡ്യൂസ് ചെയ്യുകയും അതുപോലെ തന്നെ ഡീലിംഗ് ഗുഡ്സ് ഹാവിംഗ് ദ സ്റ്റേബിൾ ഡിമാൻഡ്, അവർ ഡീൽ ചെയ്യുന്ന ഗുഡ്സിന് സ്റ്റേബിൾ ആയിട്ട് ഒരു ഡിമാൻഡ് ഉണ്ടാവുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് എന്ത് കൂടുതൽ കിട്ടും? പ്രോഫിറ്റ് കൂടുതൽ ഏൺ ചെയ്യാനായിട്ട് പറ്റും. അതിനർത്ഥം ആ ഫേമിന് എന്തുണ്ടാവും? അതിലൂടെ ഗുഡ് വിൽ ക്രിയേറ്റ് ചെയ്യാനായിട്ട് മോർ ഗുഡ് വിൽ ഉണ്ടാവും എന്നുള്ളത് നമുക്ക് പറയാനായിട്ട് പറ്റും. ദാറ്റ് ഈസ് ദ സെക്കൻഡ് വൺ, നേച്ചർ ഓഫ് ബിസിനസ്. ബിസിനസിന്റെ സ്വഭാവം ഒരു ഫാക്ടറാണ്. ആൻഡ് ദെൻ തേർഡ് വൺ, എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. എഫിഷ്യൻസി ഓഫ് മാനേജ്മെന്റ്. സി, a well-managed concern enjoy the advantages of productivity and profitability. അല്ലെ, നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്ന ഒരു ഓർഗനൈസേഷൻ ആണെങ്കിൽ തീർച്ചയായിട്ടും അവർക്ക് എന്തുണ്ടാവും? നല്ല പ്രൊഡക്ടിവിറ്റി ഉണ്ടാവും, നല്ല രീതിയിൽ തന്നെ എന്തും ഉണ്ടാവും? പ്രോഫിറ്റബിലിറ്റി ഉണ്ടാവും. അതെന്താണ് അവിടെ അത് എന്തിലേക്ക് നയിക്കപ്പെടും? ഹെൻസ് ഇറ്റ്സ് ഗുഡ് വിൽ ബി മോർ. അങ്ങനെയുള്ള സ്ഥാപനത്തിന്റെ ഗുഡ് വിൽ എന്തായിരിക്കും? കൂടുതലായിരിക്കും, റെപ്യൂട്ടേഷൻ കൂടുതലായിരിക്കും എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ളവരുണ്ടെങ്കിൽ? എഫിഷ്യൻ്റ് ആയിട്ടുള്ള മാനേജ്മെന്റ് ആണെങ്കിൽ. ഓക്കെ, ആൻഡ് ദെൻ നെക്സ്റ്റ് ഫാക്ടർ ഈസ് വാട്ട്? മാർക്കറ്റ് സ്റ്റാൻഡിങ്. See, the market standing, the monopoly condition or limited competition enables the business to earn more profit. മോണോപോളി കണ്ടീഷൻ ആണ് അല്ലെങ്കിൽ ലിമിറ്റഡ് കോമ്പറ്റീഷനേ ഉള്ളതെങ്കിൽ ആ ഫേമിൻ്റെ, ആ ബിസിനസ് ഫേമിന് കൂടുതൽ എന്ത് ഏൺ ചെയ്യാൻ പറ്റും? പ്രോഫിറ്റ് ഏൺ ചെയ്യാനായിട്ട് പറ്റും. സോ അങ്ങനെ വരുമ്പോൾ ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ ബി ഹൈ ആയിരിക്കും. ഗുഡ് വില്ലിന്റെ വാല്യൂ എന്തായിരിക്കും? ഹൈ ആയിരിക്കും. സോ ദാറ്റ് ഈസ് ദ മാർക്കറ്റ് സ്റ്റാൻഡിങ്. ആൻഡ് ദെൻ ഫിഫ്ത്ത് വൺ ഈസ് ദാറ്റ് സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്. അടുത്ത ഫാക്ടർ ഏതാണ്? സ്പെഷ്യൽ അഡ്വാൻറ്റേജസ്. സി, ഇൻ ദാറ്റ് എ ഫേം which enjoy special advantages like import licensing, low rate and assured supply of electricity, trademark, well-known collaboration, patent etc. enjoy high value of goodwill. ഇതൊക്കെ സ്പെഷ്യൽ അഡ്വാൻറ്റേജസ് ഉണ്ടെങ്കിലും ആ ഫേമിന് എന്തുണ്ടാവും? റെപ്യൂട്ടഡ് ഗുഡ് വിൽ കൂടുതലായിട്ടുണ്ടാവുമെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റും. ആൻഡ് ദെൻ നെക്സ്റ്റ് വൺ ഈസ് ദ ടൈം ഫാക്ടർ. സി, എ ബിസിനസ് കൺസേൺ റണ്ണിംഗ് പ്രോഫിറ്റബിളി ഫോർ എ ലോങ് പീരീഡ് വിൽ ഹാവ് മോർ ഗുഡ് വിൽ. അല്ലെ, ഒരു ഫേം വളരെ കൂടുതൽ കാലം നിലനിൽക്കുന്നു. ആ നിലനിൽക്കുന്നത് എങ്ങനെ? ഹൈലി പ്രോഫിറ്റബിൾ ആയിട്ട് തന്നെ നിലനിൽക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ആ ഫേമിൽ എന്തുണ്ട്? ആ ഫേമിന് ഗുഡ് വിൽ ഉണ്ട് എന്നുള്ളതാണ് അതിനർത്ഥം. സോ ദാറ്റ് ഈസ് ദ ടൈം ഫാക്ടർ എന്ന് പറയുന്നത്. ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഫാക്ടേഴ്സ് അഫക്റ്റിംഗ് ദ വാല്യൂ ഓഫ് ഗുഡ് വിൽ. ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ഓക്കെ, സോ നെക്സ്റ്റ് വൺ, നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ. ഈ ഗുഡ് വില് നമ്മൾ ഈ അഡ്മിഷൻ സമയത്ത് വാല്യൂ ചെയ്യുന്നതിൻ്റെ ആവശ്യകത എന്താണ്? നോർമലി ദ നീഡ് ഫോർ വാല്യുവേഷൻ ഓഫ് ഗുഡ് വിൽ അറൈസ് അറ്റ് ദ ടൈം ഓഫ് സെയിൽ ഓഫ് ബിസിനസ്. അല്ലേ, സാധാരണ ഈ ഗുഡ് വില് കണക്കാക്കേണ്ടത്, ഒരു ബിസിനസ് ഫേമിൽ ഗുഡ് വിൽ വാല്യൂ ചെയ്യേണ്ട ടൈം എന്ന് പറയുന്നത് ബിസിനസ് സെയിൽ ചെയ്യുമ്പോഴാണ്. ബിസിനസ്സിനെ വിൽക്കുമ്പോഴാണ് എന്ത് ചെയ്യേണ്ടത്? ഈ ഗുഡ് വില് സാധാരണ കാൽക്കുലേറ്റ് ചെയ്യേണ്ടുള്ളൂ. But in case of partnership, need for valuation of goodwill may arise when there is reconstitution taken place എന്നാണ് പറയുന്നത്. Reconstitution take place. So പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിനെ സംബന്ധിച്ചിടത്തോളം ഗുഡ് വില് വാല്യൂ ചെയ്യേണ്ടത് ഏത് സാഹചര്യത്തിലാണ്, എപ്പോഴാണ് ചോദിച്ചു കഴിഞ്ഞാൽ റീകോൺസ്റ്റിറ്റ്യൂഷൻസ് വരുന്ന സാഹചര്യത്തിലാണ്. അല്ലെ, റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയർ റേഷ്യോ എന്നൊക്കെ നമ്മൾ പഠിക്കും. ആ സമയത്തൊക്കെ റീകോൺസ്റ്റിറ്റ്യൂഷൻ നടക്കും. അല്ലെ, ആ റീകോൺസ്റ്റിറ്റ്യൂഷൻസിന്റെ ഒരു സാഹചര്യം വരുമ്പോഴാണ് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? ഗുഡ് വില് വാല്യൂ ചെയ്യേണ്ടതായിട്ട് വരുന്നത്. സോ thus in the partnership the need for valuation of goodwill arise in the following circumstances. പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ ഗുഡ് വിൽ
വാല്യൂ ചെയ്യാനുള്ള സർക്കംസ്റ്റാൻസ് ഏതൊക്കെ സാഹചര്യങ്ങളിലാണ് ഗുഡ്വിൽ വാല്യൂ ചെയ്യുന്നത് ചോദിച്ചാൽ, ഒന്ന് വെൻ ദർ ഈസ് എ ചേഞ്ചിങ് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ, ഒന്ന് പ്രോഫിറ്റ് ഷെയറിംഗ് റേഷ്യോ ചേഞ്ച് ചെയ്യുന്ന സമയത്ത്. സെക്കൻഡ് വൺ അറ്റ് ദ ടൈം ഓഫ് അഡ്മിഷൻ ഓഫ് എ പാർട്ട്ണർ, ഒരു പുതുതായിട്ട് ഒരു പാർട്ട്ണറെ അഡ്മിറ്റ് ചെയ്യുന്ന സമയത്തും ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. അറ്റ് ദ ടൈം ഓഫ് റിട്ടയർമെന്റ് ഓർ ഡെത്ത് ഓഫ് എ പാർട്ട്ണർ, ഒരു പാർട്ട്ണറുടെ റിട്ടയർമെന്റോ അല്ലെങ്കിൽ ഡെത്ത് ആവുന്ന സമയത്തോ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു, ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യേണ്ടതായിട്ട് വരുന്നു. വെൻ ടു ഓർ മോർ ഫേംസ് അമാൽഗമേറ്റ്, രണ്ടോ അതിലധികമോ സ്ഥാപനങ്ങൾ തമ്മിൽ അമാൽഗമേറ്റ് ഒരുമിച്ച് ചേർന്ന് ഒറ്റ സ്ഥാപനങ്ങളായി മാറുന്നു, അതായത് അമാൽഗമേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടതായിട്ട് വരുന്നു, ഗുഡ്വിൽ വാല്യൂ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഐ തിങ്ക് all are clear need for valuation of goodwill. Next one, the method of valuation of goodwill. Goodwill value ചെയ്യാനുള്ള മെത്തേഡുകൾ 5 മെത്തേഡ് ആണ്. There are 5 methods are there. That is, the first one average profit method, second one super profit method, third one capitalization method. In that 2 methods are there. That is capitalization of average profit and capitalization of super profit, and then fourth one weighted average profit method, and then fifth one present value of super profit method. Okay, in that the first method average profit method. Okay, average profit method le enganeyanu goodwill calculate cheya. See, under this method the goodwill is valued at agreed number of years purchases of average profit of the past few years. ഈ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ എങ്ങനെയാണ് ഗുഡ്വിൽ കണക്കാക്കുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ, സി അണ്ടർ ദിസ് മെത്തേഡ് ഗുഡ്വിൽ ഈസ് വാല്യൂഡ് അറ്റ് എഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസസ്, എഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസസ്, അതിൻ്റെ ഓഫ് ആവറേജ് പ്രോഫിറ്റ് ഓഫ് ദി പാസ്റ്റ് ഫ്യൂ ഇയേഴ്സ്. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളിലെ പ്രോഫിറ്റ് ഉണ്ടായിരിക്കും, ആ പ്രോഫിറ്റിൻ്റെ ആവറേജ് പ്രോഫിറ്റ് എടുത്തിട്ട് ആ ആവറേജ് പ്രോഫിറ്റ് കിട്ടിക്കഴിഞ്ഞാൽ അതിൽ നിന്ന് അതേ ഇൻറ്റു പർച്ചേസ് ഇയർ ഓഫ് പർച്ചേസസ്, നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസസും കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഏത് കിട്ടും, ഈ ഗുഡ്വിൽ ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ നമുക്ക് കണക്കാക്കാനായിട്ട് പറ്റും. ദ സ്റ്റെപ്സ് ആർ, ദ ഫസ്റ്റ് വൺ calculate normal past business profit for each year by deducting abnormal gain and adding abnormal losses. See, listen, the first step, what is it? Calculate normal past business profit for each year. ഓരോ വർഷത്തെയും നോർമൽ പ്രോഫിറ്റ് എത്രയാണ് എന്നുള്ളത് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. അത് ചെയ്യുമ്പോൾ എന്താണ് ഒരു കാര്യം ശ്രദ്ധിക്കുന്നത് വെച്ചാൽ, അബ്നോർമൽ ഗെയിൻ ആണെങ്കിൽ അത് മൈനസ് ചെയ്യണം, അബ്നോർമൽ ലോസ് ആണെങ്കിൽ ആഡ് ചെയ്യണം. അബ്നോർമൽ എടുത്ത് പറയുന്നുണ്ട്, അബ്നോർമൽ, നോർമൽ അല്ല, നോർമൽ ലോസ് അല്ല, അബ്നോർമൽ ലോസ് ആണെങ്കിൽ എന്ത് ചെയ്യണം, ആഡ് ചെയ്യണം. അബ്നോർമൽ ഗെയിൻ ആണെങ്കിൽ ഡിഡക്ട് ചെയ്യണം. ദറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ്. ആൻഡ് ദ സെക്കൻഡ് വൺ, സം ഓഫ് ദ നോർമൽ പ്രോഫിറ്റ്, sum of the normal profit calculated, and then after that calculate average profit. How to calculate average profit? That is the formula, average profit is equal to total profit divided by number of years. Number of years അത് നമുക്ക് ചെയ്താൽ ആവറേജ് പ്രോഫിറ്റ് കിട്ടും. ഇനി അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യുക, ഗുഡ്വില് കണ്ടുപിടിക്കാം. ഓക്കെ, എങ്ങനെ ഗുഡ്വിൽ കണ്ടുപിടിക്കുക? നെക്സ്റ്റ് സ്റ്റെപ്പ്, കാൽക്കുലേറ്റ് ഗുഡ്വിൽ. സോ ദ ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു എഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസസ്. എഗ്രീഡ് നമ്പർ ഓഫ് ഇയേഴ്സ് പർച്ചേസസ്, എത്ര വർഷത്തെ ഇതാണ് പർച്ചേസ് എന്നുള്ളത്, അതും ആവറേജ് പ്രോഫിറ്റും തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, ഗുഡ്വില് കിട്ടും. I think all are clear the steps for the valuation of goodwill under average profit method. Okay, see the average profit method, the important assumptions of average profit method. ഈ average profit method ന്റെ assumption ഇപ്രകാരമാണ്. എന്താ പറയുന്നത്? This method is based on the assumption that a new business will not be able to earn any profit during the first few years of its operations. See,
ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് കുറച്ച് കാലങ്ങളിലൊന്നും ആ ഫേമിന് എന്തുണ്ടാവില്ല, ആ ഫേമില് പ്രോഫിറ്റ് ഉണ്ടാവില്ല എന്നുള്ളതാണ് പറയുന്നത്. See, hence a person who's purchased the share of running business must pay in the form of goodwill a sum which is equal to the profit he is likely to receive for the first few years. ഉള്ളൊരു ബിസിനസ്സിൽ, ഇപ്പോൾ ഒരു ബിസിനസ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു ബിസിനസ്സിൽ ഏതെങ്കിലും ഒരു വ്യക്തി ആ ബിസിനസിന്റെ ഷെയർ ഇപ്പോൾ വാങ്ങാൻ ഉദ്ദേശിക്കുന്ന കരുതുക. അപ്പോൾ ആ വ്യക്തി എന്ത് ചെയ്യണം? ആ ബിസിനസ്സിലേക്ക് ഒരു സെർട്ടൻ എമൗണ്ട് എന്ത് ചെയ്യണം? പേ ചെയ്യണം. ഒരു ഗുഡ്വിൽ എന്ന ഒരു ഇനത്തിലേക്ക് ഒരു സെർട്ടൻ എമൗണ്ട് ആര് പേ ചെയ്യണം? ഈ ഷെയർ വാങ്ങുന്നയാള് പേ ചെയ്യണം എന്നാണ് പറയുന്നത്. സോ and in this method the calculation of goodwill is based on the assumption that no change in the overall situation of profit is expected in future. These are the assumptions, important assumptions related to average profit method. Okay, I think all are clear. See, based on this method we can discuss the first problem, that is I will read the question, listen carefully. Problem: calculate the value of goodwill on the basis of 3 years purchases of average profit based on the last 5 years. The profit of the last 5 years were as follows: 2014 40,000, 2015 60,000, 2016 30,000, 2017 50,000 and 2018 28,000. ഓക്കെ, ഇതാണ് ക്വസ്റ്റ്യൻ. ഈ ക്വസ്റ്റ്യനിൽ എന്തൊക്കെയാ പറഞ്ഞിരിക്കുന്നത്? കാൽക്കുലേറ്റ് ദ വാല്യൂ ഓഫ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. എങ്ങനെ? ഓൺ ദ ബേസിസ് ഓഫ് 3 years പർച്ചേസസ്. പർച്ചേസസ് എത്ര വർഷത്തിൻ്റെയാണ്? 3 വർഷത്തിന്റെ അടിസ്ഥാനത്തിൽ. എങ്ങനെ? ഓഫ് ആവറേജ് പ്രോഫിറ്റ്. ആവറേജ് പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് കണക്കാക്കാൻ പറ്റും. ആവറേജ് പ്രോഫിറ്റ് എടുത്തിട്ട് അതിന്റെ 3 വർഷത്തെ പർച്ചേസസിന്റെ അടിസ്ഥാനത്തിലാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് ചെയ്യേണ്ടത്? ബേസ്ഡ് ഓൺ ദി ലാസ്റ്റ് 5 years പ്രോഫിറ്റ്. കഴിഞ്ഞ 5 വർഷത്തെ പ്രോഫിറ്റ് തന്നിട്ടുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ദ പ്രോഫിറ്റ് ഫോർ ദി ലാസ്റ്റ് 5 years ആർ ആസ് ഫോളോസ് എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. ഓരോ വർഷത്തെയും പ്രോഫിറ്റ് ഇവിടെ എത്രയാണെന്ന് തന്നിട്ടുണ്ട്. ഓക്കെ, ഇതിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? ഗുഡ്വില് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് നമുക്ക് കണ്ടുപിടിക്കാം? ആദ്യത്തെ സ്റ്റെപ്സ് എന്താണ്? ദ ഫസ്റ്റ് സ്റ്റെപ്പ് വി വാണ്ട് ടു കാൽക്കുലേറ്റ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ടു കാൽക്കുലേറ്റ് വാട്ട്? ടോട്ടൽ നോർമൽ പ്രോഫിറ്റ്. Total normal profit. That is the first step to calculate what? Total normal profit. How to calculate total normal profit? ഇവിടെ നമുക്ക് പ്രോഫിറ്റുകൾ, കുറേ പ്രോഫിറ്റുകൾ തന്നിട്ടുണ്ട് അല്ലേ? ആ പ്രോഫിറ്റിന്റെ അടിസ്ഥാനത്തിൽ നമുക്ക് എന്ത് ചെയ്യാം? നോർമൽ പ്രോഫിറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. സോ ദ ഫസ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് എത്രയാണ്? ദാറ്റ് ഈസ് 40,000 പ്ലസ് പിന്നെ നെക്സ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് 60,000 പ്ലസ് നെക്സ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് എത്രയാണ് തന്നിരിക്കുന്നത്? 30,000. ദാറ്റ് ഈസ് 30,000 പ്ലസ് നെക്സ്റ്റ് ഇയറിലെ പ്രോഫിറ്റ് എത്രയാ? ദാറ്റ് ഈസ് 50,000. ദാറ്റ് ഈസ് 50,000 പ്ലസ് ഇനി ഒരു വർഷത്തെയും കൂടെ ഉണ്ട്. ലാസ്റ്റ് വർഷം എത്രയാണ് തന്നിരിക്കുന്നത്? ദാറ്റ് ഈസ് ലാസ്റ്റ് ഇയർ, ദാറ്റ് ഈസ് 28,000. അപ്പൊ ഇപ്പൊ എത്ര വർഷമായി? 1 2 3 4 5 years പ്രോഫിറ്റ്സ്. സോ ഇത് നമുക്ക് എല്ലാം കൂടെ 40,000 പ്ലസ് 60,000 പ്ലസ് 30,000 പ്ലസ് 50,000 പ്ലസ് 28,000. So total how much? That is 2,08,000. 2,08,000. 2,08,000 is the total normal profit. That is the first step. And after that, what is the second step? To calculate the average profit. To calculate what? Average profit. How to calculate average profit? See, what is the formula? The average profit is equal to average profit is equal to total normal profit. Total normal profit
divided by number of years. Number of years. Number of years. Here total normal profit how much? That is 2,08,000. 2,08,000. That is total normal profit divided by number of years. Number of years എത്ര വർഷത്തെ പ്രോഫിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്? That is 1 2 3 4 5. So that is 5 years. So 2,08,000 divided by 5. That is divided by 5. That is 41,600. That is average profit how much? 41,600. Okay. So അങ്ങനെ നമുക്ക് ആവറേജ് പ്രോഫിറ്റ് കിട്ടി. ഇനി നമുക്ക് ഗുഡ്വിൽ കണ്ടുപിടിക്കണം. വാട്ട് ഈസ് ദ ഫോർമുല ഫോർ കാൽക്കുലേറ്റിംഗ് ദ ഗുഡ്വിൽ? സോ ദാറ്റ് ഈസ് ഗുഡ്വിൽ ഇസ് ഈക്വൽ ടു ആവറേജ് പ്രോഫിറ്റ് ഇൻറ്റു number of years purchases. Number of years purchases. See here average profit how much? Here average profit that is 41,600 into number of years purchases. Here number of years purchases എന്ന് പറഞ്ഞിട്ട് ക്വസ്റ്റ്യനിൽ എത്ര തന്നിട്ടുണ്ട്? Number of years that is calculate the value of goodwill on the basis of 3 years purchases എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എത്ര വർഷത്തെ എന്ന് പറഞ്ഞ number of years purchases എത്രയാണ്? 3 years. So that is 41,600 into 3. How much? That is 1,24,800. That is the goodwill. 1,24,800. That is the goodwill. Okay. I think all are clear how to calculate goodwill under average profit method. Okay. See the next problem. Average profit കാൽക്കുലേറ്റ് ചെയ്യാൻ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു പ്രോബ്ലം ഉണ്ട്. അതും കൂടെ നമുക്കിനി ഡിസ്കസ് ചെയ്യാം. ഓക്കെ, ഐ വിൽ റീഡ് ദ ക്വസ്റ്റ്യൻ. സോ ലിസൺ കെയർഫുള്ളി. ഇൻ ദ ഇയർ 2012 profit 2,50,000. In that including abnormal gain rupees 30,000. Then 2013 2 lakh and after charging abnormal loss of rupees 40,000. In 2014 3,25,000 is the profit. In that excluding rupees 20,000 payable on the insurance of plant, and 2015 1 lakh profit. In that including profit on sale of land rupees 70,000, and 2016 profit 80,000. 2017 that year loss how much? That is 60,000. Calculate the value of goodwill on the basis of 2 years purchases of average profit for the last 6 years. നോക്കാം, ഇതൊരു ക്വസ്റ്റ്യൻ, ഇതൊരു നമ്മൾ കഴിഞ്ഞ ക്വസ്റ്റ്യൻ പോലെയല്ല. ഇതിനകത്ത് കുറച്ച് അഡീഷണൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് നമുക്ക് എങ്ങനെ പ്രോബ്ലം ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുക ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ അല്ലേ? സി ലിസൺ, now we can calculate the average maintainable profit. Okay, how to calculate average maintainable profit? So listen here. So we can write like this, that is year, and here we can write profit. Okay, so listen, the first year that is 2012. The profit how much rupees? That is 2,50,000 rupees the profit. 2,50,000. In that including abnormal gain rupees 30,000. Including abnormal gain rupees 30,000. If it is in abnormal gain, we know that if it is in abnormal gain, we want to deduct it from this profit. So 2,50,000 minus abnormal gain how much? That is
30,000. So 30,000. That means 2,50,000 minus 30,000. That means 2,20,000. 2,20,000. Okay. And then in the year next, in the year 2013, what about the profit in the 2013? That is 2 lakh. 2 lakh rupees profit. 2 lakh rupees. In that within bracket they are given after charging abnormal loss of rupees 40,000. See, they are given that is after charging abnormal loss. If it is an abnormal loss is there, means we want to add it. So 2 lakh plus abnormal loss how much? That is 40,000. 40,000. That means how much rupees? That is total 2,40,000. 2,40,000. And then in the year 2000, in the year 2014, what about the profit? That is 3,25,000. 3,25,000 is the profit. So in that they are given excluding rupees 20,000 payable on insurance of plant. That is payable on. That means we want to pay the insurance amount. So here 20,000 rupees we want to exclude it from this profit. So excluding means that is minus 20,000. എന്തുകൊണ്ടാണ് ആ 20,000 മൈനസ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇൻഷുറൻസിന്റെ പ്ലാന്റിന് ഇൻഷുറൻസ് നമുക്ക് അടയ്ക്കണം. അത് അടച്ചിട്ടില്ല, അടയ്ക്കേണ്ടതാണ്. അത് ഒഴിവാക്കാൻ ഈ പ്രോഫിറ്റിൽ നിന്ന് അത് എന്ത് ചെയ്യണം? ഒഴിവാക്കണം എന്നാണ് പറഞ്ഞത്. സോ ഒഴിവാക്കുക എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? അതിനെ മൈനസ് ചെയ്യണം. സോ 3,25,000 മൈനസ് 20,000, how much rupees? That is 3,05,000. 3,05,000. And then in the year 2015, the profit in the year 2015, the profit how much rupees? That is 1 lakh. 1 lakh. See, in that including profit on sale of land rupees 70,000. ഇതിനകത്ത് ലാൻഡ് സെയിൽ ചെയ്തിട്ടുള്ള പ്രോഫിറ്റ് ഉൾപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു. ലാൻഡ് എന്ന് പറയുന്ന അസറ്റ് അല്ലേ, അത് ഉൾപ്പെട്ടിട്ടുള്ള പ്രോഫിറ്റ് ഇതിനകത്ത് ഉൾപ്പെട്ടിട്ടുണ്ട്. അത് നമുക്ക് ഇവിടെ എന്ത് ചെയ്യേണ്ട കാര്യമില്ല, ഇതിനകത്ത് നമുക്ക് എഴുതേണ്ട കാര്യമില്ല. സോ അത് എന്ത് ചെയ്യണം? നമുക്ക് അതിൽ നിന്ന് സോ വി വാണ്ട് ടു ഡിഡക്റ്റ് അല്ലേ, അത് നമുക്ക് എന്ത് ചെയ്യണം? ഡിഡക്റ്റ് ചെയ്യണം. സോ 1 lakh minus how much? That is 70,000. Profit how much? That is 70,000. 1 lakh minus 70,000 how much? That is 30,000. 30,000. And the next one in the year 2016. In the year 2016, the profit how much? That is 80,000. So that is nothing is there. So we can write like this 80,000. And then in the year 2017, the firm makes what? The loss. How much rupees? That is 60,000 rupees loss. So if it is loss, we know that we want to deduct it from this profit. So that means in the year 2017, how much rupees is loss? That is 16,000. So we can write like this minus 60,000. Minus 60,000. Okay. After that we can add this profit and deduct it, and after that we can deduct this loss from this profit. Okay. So that means 2 lakh. That means 2,20,000 plus 2,40,000 plus 3,05,000 plus 30,000 plus 80,000 plus 80,000 minus 60,000. How much rupees? That is total 8,15,000. 8,15,000. Then we can write total profit. Total profit. Okay. That is the total profit. Okay. I think all are clear. How to calculate average profit? See, what is the formula for calculating this average profit? So that is average profit is equal to
average profit is equal to total normal profit divided by number of years See, listen here, total normal profit how much? That is 8,15,000. So 8,15,000 divided by number of years. എത്ര വർഷത്തെ പ്രോഫിറ്റ് ആണ് ഇവിടെ തന്നിരിക്കുന്നുണ്ടായിരുന്നത്? Number of years how much? That is 6. So 8,50,000 divided by 6. 8,50,000 divided by 6 how much? That is 1,35,833. Okay, 833. That is the average profit. Next we want to calculate the goodwill. What is the formula? So that is goodwill is equal to average profit into number of years purchases. So here average profit how much? That is 1,35,833 into number of years purchases. Here ഇവിടെ എത്രയാ തന്നിരിക്കുന്ന number of years purchases? ക്വസ്റ്റ്യനിൽ എത്ര തന്നിട്ടുണ്ട്? 2. So into 2. So 1,35,833 into 2 how much? That is 2,71,666. That is the goodwill of the firm. Okay. I think all are clear how to calculate goodwill under average profit method. ഈ മെത്തേഡ് ആവറേജ് പ്രോഫിറ്റ് മെത്തേഡിൽ തന്നെ ഇതൊരു വേറെ ടൈപ്പിൽ ഒരു പ്രോബ്ലം വന്നാൽ എങ്ങനെ ചെയ്യുന്നുള്ളൂ ഇത് മനസ്സിലാക്കിയിട്ട് വെക്കുക. ഓക്കെ, നെക്സ്റ്റ് I will give one homework. You just try to find out the answer. I will read the question. Listen carefully. Calculate the amount of goodwill at 3 years purchases of last 5 years average profit. The firm earned the profit during the first 3 years rupees 25,000, rupees 23,000, rupees 30,000 and suffered losses rupees 10,000 and rupees 8,000 in the 4th and 5th year. ഇതാണ് ക്വസ്റ്റ്യൻ. ഇത് നിങ്ങൾ ഒന്ന് ചെയ്യുക. ആദ്യത്തെ 3 വർഷം പ്രോഫിറ്റ്, പിന്നത്തെ 2 വർഷം ലോസ് വരുന്നു. എങ്ങനെയാണ് ഗുഡ്വിൽ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളത് നിങ്ങൾ കണ്ടുപിടിക്കും. ഓക്കെ, സോ ഐ തിങ്ക് ഓൾ ആർ ക്ലിയർ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇഫ് യു ഹാവ് എനി ഡൗട്ട് പ്ലീസ് കോൺടാക്ട് മീ. ഓക്കെ.